ബോബി സഞ്ജയുടെ തിരക്കഥയിൽ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് നിവിൻ പോളി, ലിജിമോൾ, സംഗീത് പ്രതാപ്, അഭിമന്യു ഷമ്മിത്തിലകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബേബികൾ. സർവം മായയിലൂടെ മലയാളത്തിലേക്കുള്ള തിരിച്ചറിവ് അറിയിച്ച നിവിൻ പോളിയുടെ അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് മൂവിയിൽ നിന്ന് കിട്ടിയത്. സാധാരണ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നൊരു കുഞ്ഞ് കാണാതാവുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ പാരലലി ആ കുഞ്ഞ് ട്രാവൽ ചെയ്യുന്ന രീതികൾ, അല്ലെങ്കിൽ അതിനകത്ത് സസ്പെക്റ്റ് ആയി മാറുന്ന ആൾക്കാർ പാരലലി അത് അന്വേഷിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൂവിയിൽ ശരിക്കും കാണിക്കുന്നത്. അപ്പോൾ സാധാരണ ഉള്ള ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി കാണിക്കാതെ ഇതിനെ വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മൂവി കാണുന്നതിന് മുന്നേ പലരും പറയുന്നത് കേട്ടു, ചില ഏരിയസിലൊക്കെ ലാഗ് ഫീൽ ചെയ്തു. ബട്ട് എനിക്ക് ഒരു തരത്തിലും ഒരു ലാഗ് മൂവിയുടെ ഏതൊരു ഭാഗത്തും അങ്ങനെ ഫീൽ ചെയ്തില്ല. ആ ഒരു രീതിയിൽ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് ആ 2.5 മണിക്കൂർ അവർ വെച്ചിരിക്കുന്നത്. ബോബി ആൻഡ് സഞ്ജയ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെ ഒരു ക്വാളിറ്റി. എന്നിരുന്നാലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അഭിമന്യു ഷമ്മിത്തിലകന്റെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ചില ഡയലോഗ്സ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പുള്ളിയെ പ്ലേസ് ചെയ്തിരിക്കുന്ന ചില ഏരിയാസിൽ ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ചില ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ സ്യൂട്ട് ആവാത്ത പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസ് ക്യാരക്ടറിലേക്കുള്ള പുള്ളിയുടെ ഒരു മാനറിസം അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ബട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ശരിക്കും സംഗീത് പ്രതാപും അതുപോലെ ലിജിമോളുമാണ്. ശരിക്കും ലിജിമോളുടെ പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പലതവണയായി കണ്ടിരിക്കുന്നതാണ്. സംഗീത് പ്രതാപ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരൻ എന്താ പറയാ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ലൈക്ക് ആ ഒരു ക്യാരക്ടറിനോട് ഇപ്പം പ്രേമലുവിലെ പുള്ളിയുടെ ഒരു ക്യാരക്ടറിനോട് പ്രേക്ഷകർക്ക് തോന്നിയ പോലത്തെ ഒരു ഫീലിംഗ് അല്ല ഈ ഒരു മൂവിയിലെ ക്യാരക്ടറിനോട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും ഡെപ്തിലായ ഒരു ക്യാരക്ടർ പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിജിമോളുടെ ക്യാരക്ടറിനാണെങ്കിലും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതും ലിജിമോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശരിക്കും നിവിൻ പോളി നായകൻ എന്ന് പറഞ്ഞാൽ പോലും ഒരു ഹീറോ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പോലെയല്ല ഈ മൂവി പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റോറി, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇപ്പൊ ലിജിമോൾക്കാണെങ്കിലും ഒരു സ്റ്റോറി ഉണ്ട്, നിവിൻ പോളിക്കാണെങ്കിലും ഒരു സ്റ്റോറി പോകുന്നുണ്ട്. അതുപോലെ സൗണ്ട് ഡിവിഷനിലേക്ക് വരുമ്പോഴേക്കും ഞാനിരുന്ന തിയേറ്ററിന്റെ ആയിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എന്നിരുന്നാലും അറ്റ് സം പോയിന്റ്സ് ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, അല്ലെങ്കിൽ ചില ആളുകളുടെ ഡബിങ്ങുകൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒഡിബിൾ അല്ലാത്ത പോലെ തോന്നി. അത് അങ്ങനെ ഓൾറെഡി ആ പ്രിന്റിൽ അങ്ങനെ ഉള്ളതാണോ അതോ തിയേറ്റേഴ്സിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എന്നിരുന്നാൽ പോലും അറ്റ് സം പോയിന്റ്സ് അവരുടെ ഡയലോഗ് ഡെലിവറീസ് നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റാത്ത പോലെ തോന്നി. അപ്പോൾ ഓവറോൾ ഒരു നല്ലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയാണ്. ലൈക്ക് നോർമൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ നിന്ന് മാറി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സ്റ്റോറിയാണിത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് മൂവി കാണുക. അടുത്ത മൂവിയുടെ ഒരു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.